ഇറാൻ സൈന്യത്തിനായി അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്തിയതിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ബഹ്റൈൻ. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് വേണ്ടി രാജ്യത്തിനെതിരെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത കേസിൽ 9 പേർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. ബഹ്റൈൻ കോടതിയാണ് ഈ തടവ് ശിക്ഷ വിധിച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന അതീവ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും സുരക്ഷാ സ്ഥാപനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന് കൈമാറി എന്നതാണ് പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ട പ്രധാന കുറ്റം. കേസിൽ ഉൾപ്പെട്ട മറ്റു 2 പ്രതികൾക്ക് 3 വർഷം വീതം തടവ് ശിക്ഷയും കോടതി ചുമത്തിയിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രതികളുടെ വിശദാംശങ്ങൾ ബഹ്റൈൻ പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല. ഈ മാസം ആദ്യം ഇറാന്റെ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് 41 പേരെ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തിരുന്നു. ബഹ്റൈനിലെ ഷിയ ഭൂരിപക്ഷമുള്ള പ്രതിപക്ഷ ഗ്രൂപ്പുകളെ ഇറാൻ സാമ്പത്തികമായും ആയുധപരമായും വിവരങ്ങൾ ചോർത്തുന്നതായാണ് ബഹ്റൈൻ വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ക്രിയാത്മകമായി മുന്നേറുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇറാന് ആണവായുധങ്ങൾ വികസിപ്പിക്കാനോ വാങ്ങാനോ അനുവാദം നൽകില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു. ഒബാമയുടെ കാലത്തുണ്ടായിരുന്ന ഇറാൻ ആണവ കരാർ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതാണെന്നും അത് ഇറാനിലേക്ക് ആണവായുധങ്ങൾ എത്തിക്കാനുള്ള വഴിയൊരുക്കിയെന്നും ട്രംപ് വിമർശിച്ചു. ചർച്ചകളിൽ തിടുക്കം കാട്ടേണ്ടതില്ലെന്നും വ്യക്തമായൊരു കരാറിലെത്തി അത് സാക്ഷ്യപ്പെടുത്തുന്നതുവരെ ഇറാനെതിരായ ഉപരോധങ്ങൾ പൂർണ്ണ ശക്തിയിൽ തുടരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള അന്തിമ കരാർ ആണവ ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ താനും ട്രംപും യോജിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യണമെന്നും ഏത് സാഹചര്യത്തിലും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ടെന്നും വ്യക്തമാക്കി. ഇറാൻ ആണവായുധങ്ങൾ ലഭിക്കുന്നത് തടയുന്നതിൽ താനും ട്രംപും ഒരേ നിലപാടിലാണെന്നും ഉറപ്പിച്ചു പറഞ്ഞ നെതന്യാഹു തങ്ങളുടെ പങ്കാളിത്തം ഇപ്പോൾ ഏറ്റവും ശക്തമായ തലത്തിലാണെന്നും കൂട്ടിച്ചേർത്തു. കൂടാതെ ഹോർമുസ് കടലിടുക്കിന് നേരെ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ശത്രുക്കൾ കടലിടുക്ക് ആക്രമിച്ചാൽ നാവിക ഉപരോധം ഭേദിക്കുമെന്നും ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥൻ മൊഹ്സെൻ റസായി വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾ ആണവായുധങ്ങൾ തേടുന്നില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ അന്തസ്സും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ലോകത്തിന് ഉറപ്പു നൽകി. ഇതിനിടെ ഇറാന്റെ ആണവ പദ്ധതിയെയും ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണികളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറാനിയൻ കപ്പലുകൾ സ്ഫോടനത്തിൽ തകരുന്നതും വിട എന്ന് എഴുതിയതുമായ ഒരു ചിത്രം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ പങ്കുവച്ചു. ഈ പോസ്റ്റ് ഓൺലൈനിൽ വൻ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നിരുന്നു. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ പുറത്തുവന്ന ഇത്തരം പ്രതീകാത്മക സന്ദേശങ്ങൾ നയതന്ത്ര മേഖലയിൽ വലിയ കൗതുകത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. മാത്രമല്ല മാസങ്ങൾ നീണ്ട യുദ്ധത്തിനും കുതിച്ചുവരുന്ന എണ്ണവിലയ്ക്കും പ്രാദേശിക തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ശേഷം ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ആഗോള ഊർജ്ജ തടസ്സങ്ങളിൽ ഒന്നിനെ ലഘൂകരിക്കാനും കഴിയുന്ന ഒരു കരാറിലേക്ക് അമേരിക്കയും ഇറാനും ഇപ്പോൾ എക്കാലത്തെക്കാളും അടുത്തെത്തിയിരിക്കുന്നു. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു കരട് ധാരണാ പത്രത്തിൽ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം 30 ദിവസത്തിനുള്ളിൽ യുദ്ധത്തിന് മുൻപുള്ള നിലയിലേക്ക് മടങ്ങുമെന്ന് നിർദ്ദേശിക്കുന്നുണ്ടെന്ന് ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആ കാലയളവിൽ കടലിടുക്കിന് ചുറ്റുമുള്ള നാവിക ഉപരോധം പൂർണ്ണമായും നീക്കുമെന്നും ഇറാന്റെ മരവിപ്പിച്ച വിദേശ ഫണ്ടുകളുടെ ഒരു ഭാഗം കരാറിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തിറക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.